ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി റെസിപ്പി പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ കഴിക്കാത്തവർക്ക് നല്ലൊരു സൂപ്പർ ഡിഷാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ഒരു ബട്ടറും ചേർത്ത് നന്നായിട്ട് ഈ പനീർ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ പനീർ കുറച്ചും കൂടി ചെറുതായിട്ട് അരിഞ്ഞാൽ മതിയേ. ഞാനിത് കട്ട് ചെയ്തപ്പോൾ ഇച്ചിരി വലുതായിപ്പോയി. അത് മാറ്റി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ചേർത്തിട്ട് കുറച്ച് ജീരകം, ചെറുജീരകം ഉണ്ടല്ലോ, നമ്മൾ സാധാ ജീരകം, അത് ചേർക്കുക. പിന്നെ അതിനകത്തേക്ക് നമ്മൾ പച്ചമുളകും ചുമന്ന മുളകും പിന്നെ സവോള പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് മല്ലിയിലയോ കറിവേപ്പില എന്ത് വേണമെങ്കിലും ചേർക്കാം. മല്ലിയിലയാണ് കൂടുതൽ ഈ ഡിഷുമായിട്ട് ഒത്തുപോകുന്നത്, അപ്പം മല്ലിയില ആയിരിക്കും ചേർക്കുന്നത് നല്ലത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അതാവുന്ന സമയം കൊണ്ട് കുറച്ച് ഒരു അരമുറി തക്കാളിയും കാഷ്നട്ടും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ കാഷ്നട്ട് നേരത്തെ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ അത് കുതിർന്ന് കിട്ടും. അപ്പോൾ അരയ്ക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. അപ്പം ഇതൊന്ന് ഈ സവോളയൊക്കെ ഒന്ന് ആയി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഈ കാഷ്നട്ടും തക്കാളിയും കൂടെ അരച്ചത് ചേർക്കുക. ഒരു കുറച്ചൊരു വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് അടച്ചു വയ്ക്കുക. അതിനകത്തേക്ക് പനീറും കൂടെ ചേർത്തിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പം അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ ബട്ടർ ചേർക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഇച്ചിരി പാല് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നോടെ ഒന്ന് കുറുകി വരുന്നോടം വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അത്രയുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നോടം വരെ ടാറ്റാ.